ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇഡലി, ദോശ ഇവയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഗ്രീൻ പീസ് കറി തയ്യാറാക്കാൻ ഒരു 150 ഗ്രാമോളം ഗ്രീൻ പീസ് ഞാനൊരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം. ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചമുളകിന് എരിവിന് അനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിൻ്റെ ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. 3 വിസിൽ വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് അടപ്പ് തുറക്കാം. ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് വെന്തെന്ന് അറിയാനായിട്ട് ഒരു ഗ്രീൻ പീസ് എടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 3 ഗ്രാമ്പൂ, 4 ചെറിയ പീസ് കറുവപ്പട്ട, 2 ഏലക്ക ഒന്ന് തൊലി പൊട്ടിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഏലക്കയുടെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ കറിയിലേക്ക് ഇറങ്ങിക്കിട്ടും. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മസാലകളുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മുതൽ 7 സെക്കൻഡ് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മീഡിയം വലിപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. സവാളയും അതിന് മുന്നേ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് പോകാവൂ. കാരണം ഇവയെല്ലാം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അന്നേരം നമുക്ക് സമയം കിട്ടത്തില്ല. സവാള ഗോൾഡൻ കളറാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണും ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് 10 സെക്കൻഡോളം പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. 1 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ പൊടി 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം. ചില ഉപ്പിന് നല്ല ഉപ്പുരസം ഉണ്ടാവും, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് 3 മുതൽ 4 മിനിറ്റ് സമയം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ പൊടി ഒരു 3/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളപ്പിക്കരുത്. അങ്ങനെ തിളപ്പിച്ചാൽ കറി തേങ്ങാപ്പാൽ പിരിഞ്ഞ് കറിയുടെ ടെക്സ്ചർ മൊത്തമായിട്ട് മാറിക്കിട്ടും. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.